നമസ്തേ കുട്ടികളെ, ഇന്ന് മകരച്ചൊവ്വയാണ് കേട്ടോ. ഇന്ന് മകരച്ചൊവ്വ ആശംസകൾ എല്ലാവർക്കും. അപ്പോൾ എന്താണ് മകരച്ചൊവ്വ, എങ്ങനെയാണ് കണക്കാക്കുക ആദ്യം പറയാം. അപ്പോൾ മകരച്ചൊവ്വ കണക്കാക്കുന്നത് മലയാള മാസം മകരമാസത്തിലെ ആദ്യത്തെ വരുന്ന ചൊവ്വാഴ്ചയാണ് മകരച്ചൊവ്വയായിട്ട് കണക്കാക്കുക. ഈ മകരച്ചൊവ്വ എന്താണ് അതിൻ്റെ ഐതിഹ്യം ചോദിച്ചു കഴിഞ്ഞാൽ, ധാരികനെ വധിക്കാൻ വേണ്ടി ഭഗവാൻ പരമശിവന്റെ തൃക്കണ്ണിൽ നിന്ന് ഉത്ഭവിച്ചതത്രേ ഭദ്രകാളി. മകരച്ചൊവ്വ ദിവസം ഭദ്രകാളി ക്ഷേത്രത്തിലും അതുമാതിരി തന്നെ നമ്മുടെ ദേവീ ക്ഷേത്രങ്ങളും വളരെ വിശേഷമാണ്. അവിടെ പായസം കഴിക്കും, അതുമാതിരി തന്നെ നേദ്യം വഴിപാടായിട്ട് കൊടുക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശത്രുക്കളില്ലാതെ ഇരിക്കും. അതേമാതിരി തന്നെ നമ്മുടെ പൂർവ്വജന്മത്തിലുള്ളതും ഇപ്പോൾ ഉണ്ടാകുന്ന ദുരിതങ്ങളും കുറഞ്ഞു കിട്ടും എന്നാണ് പറയുക. അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ നമുക്ക് ദേവീ ക്ഷേത്രത്തിലും അതുമാതിരി പ്രത്യേകിച്ച് ഭദ്രകാളി ക്ഷേത്രത്തിലും പോയി പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. ചില ക്ഷേത്രത്തിലും ഗുരുതിക ഈ സമയത്ത് നടത്തുന്നുണ്ട്. ആ ഗുരുതിയിൽ പങ്കുചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എല്ലാവിധ ദുരിതങ്ങളും പോകുമെന്നാണ് പറയുക. ഒന്നും കഴിഞ്ഞില്ലെങ്കിലും കൂടെ ഒരു പുഷ്പാഞ്ജലിയെങ്കിലും ഈ ഭദ്രകാളി ക്ഷേത്രത്തിൽ കഴിച്ചു വന്ന വളരെ വിശേഷമാണ് കേട്ടോ. അപ്പം നമ്മളെ ഹിന്ദു മതത്തിൽ പല ആചാരങ്ങളും പറഞ്ഞിട്ടുണ്ട്. അത് എന്താണെന്നറിയാതെ കൂടെയാണ് നമ്മൾ എല്ലാ വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഈ മകരച്ചൊവ്വ ദിവസം നമുക്ക് വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ്. ഈ ദിവസം നമ്മൾ ദേവീ ക്ഷേത്രത്തിലും അതുമാതിരി തന്നെ പ്രത്യേകിച്ച് ഭദ്രകാളി ക്ഷേത്രത്തിലും പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാ ദുരിതങ്ങളും തീരുന്നതായിരിക്കും. അപ്പോൾ ഒന്നുകൂടെ എല്ലാവർക്കും മകരച്ചൊവ്വ ആശംസകൾ.